ഇല്ലാത്ത ഇന്നത്തെ യാത്ര ഹത്തയിലേക്കാണ്. ഈ കാണുന്ന പോലെ തന്നെ മലകളാൽ സുന്ദരമാക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഹത്ത. അതേപോലെ തന്നെ ഒരുപാട് തോട്ടങ്ങളും ഡാമുകളും അടങ്ങിയ ഒരു അടിപൊളി സ്ഥലമാണ് ഹത്ത. ഹത്തയുടെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കണ്ടറിയാം. ഈ പോകുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിലായിട്ട് കുറേ മൃഗങ്ങളെ കണ്ടിട്ട് വണ്ടി സൈഡാക്കി ഞങ്ങൾ ഇറങ്ങിയതാണ്. ഒരുപാട് കഴുതക്കൂട്ടങ്ങളെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം വീണ്ടും വണ്ടിയിൽ കയറി ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു ലക്ഷ്യസ്ഥാനമില്ല. എവിടെയാണോ കാണാൻ പറ്റുന്ന അടിപൊളി സ്ഥലമുള്ളത് അവിടെ കയറി കാണുക, അതാണ് നമ്മുടെ ഉദ്ദേശം. ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ 3 പേരാണുള്ളത്. എൻ്റെ ഫ്രണ്ട് അസീസ് ആൻഡ് ഹൈദർ. അങ്ങനെ ഞങ്ങൾ ഹത്തയിലെ ഒരു തടാകത്തിൻ്റെ അടുത്ത് വണ്ടി സൈഡാക്കി അവിടെ ഇറങ്ങി ആ തടാകം ഒന്ന് കണ്ടു. അവിടെ കുറച്ച് ടൈം ചിലവഴിച്ചു. ആ തടാകത്തിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെ ഞങ്ങളെ യാത്ര പിന്നെയും ആരംഭിച്ചു. കുറച്ച് മുന്നോട്ട് ഒരു 500 മീറ്റർ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ നാട്ടിൽ കാണും പോലത്തെ ഒരു പള്ളി അവിടെ കണ്ടു. ഞങ്ങൾ അവിടെ കയറി അസർ നിസ്കരിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഈ പള്ളിയുടെ ബാക്കിൽ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരുപാട് ഏക്കർ കണക്കിന് കൃഷി സ്ഥലങ്ങളാണ്. പിന്നെ ഇതിന് ശേഷം ഞങ്ങൾ അവിടെ ആ കാഴ്ചകൾ കാണാൻ ഇറങ്ങി. ഈ കാണുന്നത് ഒരു കിണറാണ്. നമ്മുടെ നാട്ടിലെ പോലെ റൗണ്ടല്ല, ഒരു സ്ക്വയറായിട്ട് അവർ കെട്ടിവെച്ചിട്ടാണ്. താഴെ തന്നെ നമുക്ക് താഴെ നോക്കിയാൽ വെള്ളം കാണാം. അതിൽ ഇവിടെ കൃഷി ആവശ്യങ്ങൾക്ക് അവർ ആ കിണറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അങ്ങനെ അവിടെയുള്ള ഒരാളോട് നമ്മൾ അവിടെ കയറാൻ സമ്മതം മേടിച്ച് മുന്നോട്ട് നടന്നു. റെഡിക്ക് കാണാനിപ്പോൾ നമ്മുടെ ഒരു കേരള ഗ്രാമത്തിൻ്റെ ഒരു ഫീലിംഗാണ് നമുക്ക് അവിടെ അനുഭവപ്പെട്ടത്. ആദ്യം തന്നെ ഈ വഴിയിലൂടെ നടന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ഒരു അടിപൊളി കാഴ്ചയാണ്. ഈ കാണും പോലെ ഒരുപാട് കരിമ്പുകളുണ്ടായതാണ് ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റിയത്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരാൾ കരിമ്പ് അവിടെ പൊട്ടിച്ച് തന്ന് അവിടെ തന്നെ തിന്നാനും കഴിഞ്ഞു. പിന്നെ ഈ കാണുന്ന പോലെ തന്നെ ഒരുപാട് കൃഷികൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെയുള്ള വയലുകളും തെങ്ങുകളും അവിടെയുണ്ട്. പിന്നെ 1-2 പേർ
പുതിയ എന്തൊക്കെയോ കൃഷി അവിടെ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ഈ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഒരുപാട് സ്ഥലം ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല പച്ചപ്പുള്ള നമ്മുടെ നാട്ടിലെ വയലുകളെ പോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ വഴിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ആ വഴിയിലൂടെ വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് കണ്ടത് സാധാ നാട്ടിലെ ഉള്ള പോലെ തന്നെ വയലുകളാണ്. അതിനുശേഷം ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല, ഒരുപാട് ഏരിയയിലായിട്ട് നമ്മുടെ മധുര നാരങ്ങ തോട്ടങ്ങളും അതേപോലെ തന്നെ മുസമ്പിയും പിന്നെ എന്തൊക്കെയാണെന്ന് നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ നോക്കിയിട്ട് കാണാം. ഞങ്ങൾ അവിടെ നിന്ന് ഡയറക്റ്റ് നാരങ്ങ ആ കാണുന്ന മരത്തിൽ നിന്ന് തന്നെ പറിച്ചിട്ട് തിന്നുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്ന ഓറഞ്ച് തോട്ടത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മുടെ രണ്ട് സൈഡിലായിട്ട് ഇടതും വലതുമായിട്ട് ഫുള്ള് ഓറഞ്ച് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ചുവന്ന നിറമായിട്ട് നമുക്ക് തിന്നാൻ പറ്റിയ രീതിയിലായിട്ടാണ് നമ്മൾ ഇപ്പം കാണുന്നത്. ഒരുപാട് ഓറഞ്ച് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ തിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഫുള്ള് ഉറുമാമ്പഴത്തിൻ്റെ മരങ്ങളാണ്. അതും അവിടെ നിന്ന് ഞങ്ങൾ പറിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ മുന്നിൽ കാണുന്ന പോലെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അത്തിപ്പഴത്തിൻ്റെ മരമാണ്. അതിൽ പച്ച അത്തിപ്പഴം ഒരുപാട് ഉണ്ടായത് നമുക്ക് കാണാൻ പറ്റുന്നു. ഈ വീഡിയോ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണയായി ഉണ്ടായി വരുന്ന ചിക്കുവാണ്, സപ്പോട്ട മരമാണ്. ഇവിടുത്തെ മെയിനായിട്ട് ഹൈലൈറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ മധുര നാരങ്ങ തോട്ടം തന്നെയാണ്. ഈ നാരങ്ങ തോട്ടം ഒരുപാട് ഏരിയ ആയിട്ട് തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്.
ഈ കാണുന്ന ബാക്കിൽ കാണുന്ന എല്ലാ നാരങ്ങയും പഴുത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ തന്നെ പറ്റുന്ന രീതിയിലാണ് ഇവിടെ കാണുന്നത്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് നമ്മുടെ കേരളമാണോ എന്ന് തോന്നിപ്പോകും. കാരണം നമ്മുടെ നാട് പോലെ തന്നെ പച്ചപ്പും വയലുകളും ഒരുപാട് മരങ്ങളും ഉള്ള ഏരിയയിലൂടെയാണ് ഇനി നമ്മുടെ യാത്ര. നടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു മരം കണ്ടു. ആ മരത്തിൻ്റെ മുകളിലായിട്ട് ഒരുപാട് പക്ഷിക്കൂടുകൾ. പിന്നെ ഈ കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ടേക്ക് അവിടെയുള്ള ഫാമിലേക്കായിരുന്നു അടുത്ത നടത്തം. പിന്നെ ആദ്യം തന്നെ നമ്മുടെ നാട്ടിലുള്ള ടർക്കി കോഴിയാണ് ഇവിടെ കാണാൻ പറ്റിയത്. പിന്നെ ഒരുപാട് ലവ് ബേഡ്സുകളും അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരുപാട് പ്രാവുകളും നമുക്കവിടെ കാണാൻ പറ്റി. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള അതേ ആടുകളെയാണ്. ഒരുപാട് ആടുകളുടെ ഒരു ഫാമാണ് മുന്നിൽ കാണാൻ പറ്റിയത്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഒരുപാട് നാടൻ കോഴികളെയും അവിടെ കാണാൻ പറ്റി. പിന്നെ അവിടുന്ന് താഴോട്ട് നീങ്ങിയപ്പോൾ അവിടെ ഒരുപാട് വാഴത്തോട്ടങ്ങൾ കണ്ടു. പിന്നെ അതിനുശേഷം ഈ കാണുന്ന പോലെ ഇടയ്ക്ക് കണ്ടാൽ നമ്മുടെ നാട്ടിലൊരു പറമ്പാണെന്ന് കരുതും. അതേപോലെ തന്നെ ഈ വരമ്പത്തോടെ ഇങ്ങനെ നടന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരുപാട് കൃഷികൾ കാണാൻ പറ്റി. അവിടെ മെയിനായിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാഴയും അതേപോലെ തന്നെ നമ്മുടെ തെങ്ങും അവിടെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് അവിടെ ഉള്ളത് ചെറുനാരങ്ങയുടെ ഒരു മരമാണ്. ഈ കാണുന്ന ചെറുനാരങ്ങയുടെ മരം, അതിൽ ഫുള്ള് ചെറുനാരങ്ങ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
പിന്നെ ഈ കാണുന്ന വെളുത്തുള്ളി, അതേപോലെ തന്നെ ഈ താഴെയുള്ള ഇഞ്ചിയൊക്കെ അവിടെ തന്നെ കൃഷി ചെയ്തിട്ട് അവരതിൻ്റെ കച്ചറകൾ പോകാൻ വേണ്ടി, ഉണങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ആ മരത്തിൽ കെട്ടിയിട്ടതാണ്. പിന്നെ ഇവിടുത്തെ ഒരു കാഴ്ചയാണ് ഈ മാവിൻ തോട്ടം. ആ പറമ്പിൽ തന്നെ കുറച്ച് സൈഡിലായിട്ട് കുറേ മാവുകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഒടുവിൽ അവിടുത്തെ ആ നല്ല കാഴ്ചകളും ഫാമുകളും കൃഷികളും കിണറുകളും അതേപോലത്തെ നമ്മുടെ കേരളത്തിൻ്റെ ഓർമ്മകൾ തരുന്ന ഒരുപാട് കാഴ്ചകളും കണ്ട് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി.